ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നമ്മുടെ ശരീരം മണ്ണിന്റെ പാത്രങ്ങൾ നിസ്സാരമെങ്കിലും ഉദ്ദേശ്യപൂർണമാണ് എന്നുള്ളതാണ്. മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം 47 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റിയിരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാം, യേശു സ്വർഗരാജ്യത്തെ ഒരു മത്സ്യബന്ധന വല പോലെ വിശേഷിപ്പിക്കുന്നു. ആ വലയിൽ എല്ലാ തരത്തിലുമുള്ളവയെ സമാഹരിക്കുന്നതായും കാണാം. അതായത് നല്ലവയെ മോശമായവയിൽ നിന്നും വേർതിരിക്കുന്നതായി കാണാം. ഏകദേശം നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയല്ലേ? നാം നിരവധി കാര്യങ്ങൾ ശേഖരിക്കുന്നു. അതായത് നമ്മുടെ ചിന്തകൾ, മറ്റ് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ മനസ്സിലുറപ്പിച്ച വിശ്വാസങ്ങൾ. പക്ഷെ ഇതെല്ലാം ശരിയാവണമെന്നില്ല. ബൈബിൾ നമ്മെ കഴമ്പ് പാത്രങ്ങളാണെന്ന് പറയുന്നു. നഷ്ടപ്പെടുന്നവ, അപൂർണമായവ. പക്ഷെ അവയ്ക്കൊരു ഉദ്ദേശമുണ്ട്. നാം ഭൂരിഭാഗം പേർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭയവും ആത്മവിശ്വാസക്കുറവും തോന്നിയിട്ടുണ്ടാകും. അതായത് ഒരു പൊട്ടിയ പാത്രം പോലെ. പക്ഷേ ആ ഒരു ഒടിഞ്ഞുപോയ പാത്രത്തിലും വെള്ളം നിറയ്ക്കാൻ സാധ്യമാണ്. ഒരിക്കലും അതിന്റെ ഉപയോഗം നഷ്ടമാകുന്നില്ല. നാം ഓരോരുത്തരും കുശവന്റെ കൈകളാൽ രൂപപ്പെട്ടവരാണെന്ന് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൊടിയിൽ നിന്നും രൂപപ്പെട്ടതാണെങ്കിലും നിത്യത്തിനായി നിയോഗിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ശരീരങ്ങൾ ദുർബലമായേക്കാം. തകർച്ച, പ്രായാധിക്യം, പോരാട്ടങ്ങൾ എന്നിവയ്ക്ക് വിധേയമാകാം. എങ്കിലും അവ ദൈവത്തിന്റെ ആത്മാവും സത്യവും സ്നേഹവും വഹിക്കുന്ന വിശുദ്ധ പാത്രങ്ങളാണ്. ഒരു മൺപാത്രം വെള്ളം വഹിക്കുന്നത് പോലെ നാം നമ്മിലും കൃപ, ദയ, വിശ്വാസം എന്നിവ വഹിക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ ബാധ്യസ്ഥരുമാണ്. എന്നാൽ എന്റെ പ്രധാന ചോദ്യം ഇതാണ്: നാം ശരിയായ കാര്യങ്ങളാൽ നിറയാൻ സ്വയം അനുവദിക്കുന്നുണ്ടോ? നാം ദൈവത്തിന്റെ ഉപയോഗത്തിനായി തിരഞ്ഞെടുത്ത ബഹുമാന്യ പാത്രങ്ങളാണോ? ദൈവം അകൃത്യം കെടുക്കാനാകുന്ന ഹൃദയം നമ്മൾ ഓരോരുത്തരിലും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സൽഗുണ സമ്പൂർണരാകുവീൻ എന്നാണ് ദൈവം പറയുന്നത്. നാം ചിന്തിക്കുമ്പോൾ മൺപാത്രത്തിന്റെ ശക്തിയാണ് പ്രധാനമല്ലാത്തത്, മറിച്ച് കുശവന്റെ കഴിവാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. ഇന്നാണ് പുനരാലോചിക്കേണ്ട സമയം. ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതം നല്ലതുകൊണ്ട് നിറക്കട്ടെ. നീ കഴമ്പ് മാത്രമല്ല, ഒരു വലിയ സൃഷ്ടിയാണ്. ആമേൻ.